ഒരുക്കുന്നതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. അവൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പൽക്കാലം പിന്നെയും ഏത് രാവിലെ സമയം ദൈവത്തിനെ അടുത്ത് വന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കൃപ തന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം നമ്മളെ അനാഥരായി വിടുന്ന ദൈവമല്ല. നമ്മുടെ അടുത്ത് വന്ന് നമ്മളോട് സംസാരിച്ച് നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരുന്ന കർത്താവാകിയാൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യം വായിക്കുമ്പോൾ കർത്താവ് ക്രൂശിക്കപ്പെടുന്ന മുൻപായി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ചില വാക്കുകളാണ്. വേറെ അനേക വാക്കുകളുണ്ട്, എങ്കിലും അതിലെല്ലാം കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വാക്യത്തിൽ നിന്ന് ഒരു ചെറിയ സന്ദേശം പറഞ്ഞ് വിരമിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞൊന്ന് കഴിഞ്ഞ് ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിച്ചിരിക്കുന്നു. കർത്താവിന് പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൂശിക്കപ്പെടുന്ന മുൻപായി തൻ്റെ ശിഷ്യന്മാരുമായി കൂടിയിരിക്കുമ്പോൾ കർത്താവരോട് പറഞ്ഞു, ആമേൻ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ആമേൻ. ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ആമേൻ കർത്താവ് 3-ാം നാൾ കഴിഞ്ഞ ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടു. അത് ശിഷ്യന്മാർക്ക് പറഞ്ഞ് മനസ്സിലായിരുന്നില്ല. എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. 3-ാം നാൾ രാവിലെ സമയം മഗ്ദലക്കാരി മറിയയ്ക്ക് താൻ വെളിപ്പെട്ടി. മറിയ പറഞ്ഞു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് അതൊരു കളിയായി തോന്നി. ആമേൻ. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് വരും, ലോകക്കാർ, ഈ ലോക മനുഷ്യർ എന്നെ കാണുകയില്ല എന്ന് അവരോട് പറയുവാനിടയായി. അപ്രകാരം കർത്താവ് അവരുടെ അടുക്കൽ വന്നു, അവരോട് സംസാരിച്ചു. 40 ദിവസം കർത്താവ് മരണാനന്തരം തൻ്റെ ശിഷ്യന്മാരോട് ഒരുമിച്ച് അനേക കാര്യങ്ങൾ അവരോട് സംസാരിച്ചു. അവരെ ഉറപ്പിച്ചതായി ദൈവത്തിൻ്റെ വചനത്തിൽ വായിപ്പാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു 40 ദിവസം അവരോട് കൂടെ ഇരുന്ന് നടന്ന് അവരോട് അനേക ആലോചനകൾ പറഞ്ഞു കൊടുത്ത് അവരെ ഉറപ്പിച്ചതായി, അവരെ വചനത്തിൽ ധൈര്യപ്പെടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്രകാരം നമ്മുടെ കർത്താവിനെ സേവിച്ച് കർത്താവിനെ പിൻപറ്റുന്ന തൻ്റെ ജനത്തെ ദൈവം അനാഥരായി വിടാത്ത ദൈവമാണ്. അവരുടെ അടുക്കൽ വന്ന് അവർ പോകുന്ന വഴി അവർക്ക് ആവശ്യമുള്ള ആലോചനകൾ പറഞ്ഞു കൊടുത്ത് ഈ ദുഷ്ടലോകത്തിൽ അവരെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് അവൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് പൽക്കാലം അവൻ്റെ കൃപയിൽ നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അൻപുള്ള കർത്താവേ, നല്ല ദൈവമേ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവ്. കർത്താവേ, ലോകം ഞങ്ങളെ തള്ളിക്കളയുമ്പോൾ ഞങ്ങളെ തള്ളിക്കളയാത്ത, ഞങ്ങളെ അനാഥരായി വിടാത്ത, ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളോട് ആലോചന അറിയിക്കുന്ന കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കട്ടെ. ഇത് പൽക്കാലം ഈ വചനം കേട്ട ഓരോരുത്തരോടും ഇവിടുന്ന് സംസാരിക്കും, മഹത്വത്തിനാക്കി ചെയ്യണം. രക്ഷകൻ്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ.